ഇതിന്റെ 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. sin x is equal to bc by ac, cos x is equal to ab by ac, and finally tan x is equal to bc by ab. ഇത്രയും എഴുതിയ ഭാഗം കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് സർ. ഓക്കെ. പിന്നീട് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഐഡന്റിറ്റി ഡിറൈവ് ചെയ്തിരുന്നു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് ഒരു ഐഡന്റിറ്റി ആണ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്നാണ് പറയാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതൊരു ഐഡന്റിറ്റി ആണ്. ഇത് ട്രിഗണോമെട്രിയിലെ ഒരു ഐഡന്റിറ്റി ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു പൈതഗോറസ് തിയറം എഴുതി. പൈതഗോറസ് തിയറത്തിൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് എഴുതി. അതിനെ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് എ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചത്. അതായത് സൈന് കോസ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ ഐഡന്റിറ്റിയിൽ ഉള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഐഡന്റിറ്റി വെച്ചിട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റി ആണ്. ഇതിൽ നിന്ന് നമുക്ക് പല ഇക്വേഷൻസും ഫോർമുലാസും വേറെ ഡിറൈവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അങ്ങനെ ആകുമ്പോ ഇതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 30 ഹോൾ സ്ക്വയർ, ഞാൻ പറഞ്ഞു സൈൻ എക്സ് ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് ഷോർട്ട് ആയിട്ട് എഴുതുന്നത്. അപ്പൊ എക്സിന് പകരം 30 കൊടുത്താൽ സൈൻ സ്ക്വയർ 30 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സൈൻ 30 ഹോൾ സ്ക്വയർ പ്ലസ് കോസ് 30 ഹോൾ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ 1 ആണ് കിട്ടേണ്ടത്. എന്താണ് സൈൻ 30യുടെ വാല്യൂ ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിളിലൊക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ 10th പഠിച്ചതുമാണ്. സൈൻ 30യുടെ വാല്യൂ 1/2. കോസ് 30യും √3/2. യെസ്, വെരി ഗുഡ്. അപ്പൊ സൈൻ 30 1/2 ഹോൾ സ്ക്വയർ പ്ലസ് കോസ് 30 √3/2 ഹോൾ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ 1/4 ആണ്. എന്താണ് √3/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു നോക്കിയേ? √3/2 ഹോൾ സ്ക്വയർ 3/4. യെസ്, √3 സ്ക്വയർ മീൻസ് 3 and 2 square is 4. So 1/4 and 3/4 on adding we will get to 4/4 which is equal to 1. അപ്പോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എക്സിന് 30 ഡിഗ്രി കൊടുത്ത് ഈ ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ 1 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ആംഗിളിനും ഈ വാല്യൂ കറക്റ്റ് ആണ്. ഏത് ആംഗിളിനും എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ 45 ഡിഗ്രി കൊടുത്താലും 60 ഡിഗ്രി കൊടുത്താലും ഇനി 20 ഡിഗ്രി കൊടുത്താലും ഏത് കൊടുത്താലും ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് 1 കിട്ടും. അങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു വെച്ചു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്ത സ്ഥലം. ഇതിൽ നിന്ന് നമുക്കിനി മറ്റെന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതൊന്ന് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കണേ, സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, ഈ കോസ് സ്ക്വയർ എക്സ് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് കോസ് സ്ക്വയർ എക്സ്. Therefore സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ സൈൻ എക്സ് ഉണ്ടാക്കാം? പറയാൻ പറ്റുമോ? 1 minus cos square x. Sin square x equal to 1 minus cos square x. So sin x is equal to, ഇവിടുത്തെ സ്ക്വയർ നമ്മൾ ഒഴിവാക്കി എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? √1 minus cos x. റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 1 minus cos square x. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോ 1ന്റെ റൂട്ട് 1, cos square x ന്റെ റൂട്ട് cos x എന്ന് എഴുതി വെക്കരുത്. അത് ഇവിടെ മൈനസ് വരുമ്പോ അത് പറ്റൂല. നമ്മളിപ്പോ
4 into 9 റൂട്ട് എടുക്കുമ്പോൾ 4 റൂട്ട് 2 into 9 റൂട്ട് 3 ആൻസർ ഈസ് 6. അത് കറക്റ്റാ. പക്ഷെ 4 plus 9 റൂട്ട് എടുക്കുമ്പോൾ 4 റൂട്ട് 2 plus 9 റൂട്ട് 3 ഈ എഴുതുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് റോങ്. ഇവിടെ ഇൻഡു ആണെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് റൂട്ട് എടുത്താൽ മതി. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് 1, ഇതിന്റെ റൂട്ട് കോസ് എക്സ് എന്ന് എഴുതിയിട്ട് ഇറ്റ് ഈസ് 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതി വെക്കുന്നത് ശരിയല്ല. ഓക്കെ, സോ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. സൈൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, കോസ് എക്സ് ഉപയോഗിച്ച് സൈൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു root of 1 minus cos square x. Similarly, we can derive an expression for cos square x also. Cos square x is equal to 1 minus sin square x. 1 minus sin square x. So, cos x is equal to root of 1 minus sin square x. It is the formula for finding cos x by using sin x. അപ്പൊ ഇതിൽ നിന്ന് നമ്മള് ഈ ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫോർമുലാസ് വേറെ ഡിറൈവ് ചെയ്തു. സൈൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, കോസ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമ്മൾ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കണം നോക്കിക്കോളൂ. നിങ്ങൾക്ക് കോസ് എക്സിന്റെ വാല്യൂ അറിയാമെങ്കിൽ സൈൻ എക്സ് കണ്ടുപിടിക്കാം. സൈൻ എക്സിന്റെ വാല്യൂ അറിയാമെങ്കിൽ കോസ് എക്സ് കണ്ടുപിടിക്കാം. സൈനും കോസും അറിയാമെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ടാൻ? ആരാ പറയാം? ഹൗ ക്യാൻ വി ഫൈൻഡ് ടാൻ ഇഫ് സൈൻ ആൻഡ് കോസ് ആർ ഗിവൺ? സൈൻ ഡിവൈഡഡ് ബൈ കോസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സൈൻ ഡിവൈഡഡ് ബൈ കോസ് വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ. സോ ഇഫ് both sin and cos are given, we can find tan by dividing sin by cos. അപ്പോ ഈ മൂന്നെണ്ണത്തിൽ സൈന്, കോസ്, ടാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണവും നമുക്ക് കാണാൻ കഴിയും. അത് ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പ്രത്യേകം എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ പറയൂല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പറയട്ടെ? ഓക്കെ. Given sin x is equal to 5 divided by 12, 5 divided by 13, not 12, 13. 5 divided by 13. Sin x is equal to 5 divided by 13. Full stop. Find the other trigonometric ratios of the angle x. Find the other trigonometric ratios of the angle x. Find the other trigonometric ratios of the angle x. ക്വസ്റ്റ്യൻ എഴുതിയ മക്കളെ? ക്വസ്റ്റ്യൻ എഴുതിയില്ല എല്ലാവരും? ഓക്കെ.
sin x തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ അതർ ട്രിഗണോമെട്രി റേഷ്യോസ് ഓഫ് x എന്ന് പറഞ്ഞാൽ നിങ്ങൾ cos x കണ്ടുപിടിക്കണം, tan x കണ്ടുപിടിക്കണം. പിന്നെ 3 എണ്ണം ഉണ്ട്, നമ്മൾ പഠിച്ച 3 എണ്ണം വേറെ ഉണ്ട്. ഈ 3 എണ്ണത്തിന്റെയും റെസിപ്രോക്കൽസ് ഉണ്ട്, cosec x, sec x, cot x. ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിലുള്ളത്. sin x നമുക്ക് തന്നിട്ടുണ്ട്. sin x തന്നാൽ cos x കാണാൻ ഇവിടെ ഫോർമുല ഉണ്ട്, ഇത് വെച്ചിട്ട് ചെയ്യാം. വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അത് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ഒന്ന് പഠിച്ചു നോക്കാം. ഷോർട്ട് കട്ട് വേറെ ഉണ്ട്, ഈ ട്രയാങ്കിൾ കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് ഇപ്പൊ തൽക്കാലം ചെയ്യണ്ട, അറിയുന്നവരാണെങ്കിലും ചെയ്യണ്ട. നമ്മൾ ഈ ഫോർമുല ഒന്ന് യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ cos x കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ചിട്ട് cos x കണ്ടുപിടിക്കാം. sin x is equal to 5/13. So what is cos x? ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, cos x. ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞോ cos x? 12/13. cos x 12/13. Yes, 12/13. 1 minus sin square x ആണ് cos x കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിനകത്ത് 1 മൈനസ് sin x 5/13 ആണെങ്കിൽ sin square x ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25/169 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. +1 കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇതുപോലെ സ്ക്വയറുകളും അതുപോലെ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ നമുക്ക് അലൗഡ് ആണ് കേട്ടോ. ഹയർ സെക്കൻഡറിയിൽ കാൽക്കുലേറ്റർ അലൗഡ് ആണ്, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. sin square x 25/169 ഇതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 25/169. ഇനി ഈ റൂട്ടിനകത്ത് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്തു വെക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ന്റെ താഴെ ഒരു 1, സപ്പോസ് 1 into 169, 169 minus 1 into 25 is 25 divided by 1 into 169 is 169. Square root ഉണ്ട്. ഇതിന്റെ ബാക്കി നോക്ക്, 169 minus 25 ചെയ്ത് കഴിഞ്ഞാൽ 144 divided by 169 ആണ് വരിക. 144ന്റെ സ്ക്വയർ റൂട്ട് it is 12 and square root of 169 is 13. So we got 12/13 for cos x. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? Yes sir. Yes. Okay. So Yes, if sin is given, we can find the cos by using these steps. Similarly, if cos is given, we can find the sin also by the formula sin x equal to 1 minus root of 1 minus cos square x. So it is 12/13 cos x. So we have sin and cos. Then by using this, we can find the tan. Tan is What equal is the to tan x? 5/12. Okay, 5/13 divided by 12/13. 5/13 divided by 12/13. 5/13 divided by 12/13. Cancel 13 and 13 get cancelled and remains 5/12. 5/12. Okay. അപ്പൊ tan കിട്ടി, sin കിട്ടി, cos കിട്ടി, tan കിട്ടി. ഇത് മൂന്നും റെസിപ്രോക്കൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കൊസീക്ക്, സീക്ക്, കോട്ട് ഈ 3 കാര്യങ്ങൾ കിട്ടും. കൊസീക്ക് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക? കൊസീക്ക് എക്സ് കിട്ടാൻ സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ. 5/13ന്റെ സൈൻ എടുത്താൽ നമുക്ക് 13/5 കിട്ടുന്നു. Similarly, sec x is the reciprocal of cos x, so it is 13/12. And last, cot x is the reciprocal of tan x. Reciprocal of 5/12 is 12/5.
So these are the remaining 3 trigonometric ratios. ഇത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം തന്നാൽ ബാക്കി 5 എണ്ണവും കാണാൻ പറ്റും. എന്നാൽ നമുക്ക് sec x തന്നാൽ എങ്ങനെയാണ് ബാക്കി 5 എണ്ണം കണ്ടുപിടിക്കുക? sec x തന്നാൽ ആരാ പറയാം? sec x തന്നാൽ ബാക്കി 5 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? sec x ലൂടെ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കുക? cosec x. ഓക്കെ, sec x റെസിപ്രോക്കൽ ഇട്ട് എഴുതിയാൽ cosec ആണോ? sec x ന്റെ റെസിപ്രോക്കൽ ഇട്ടാൽ ആരെ കിട്ടും? cos കിട്ടും. sec x ന്റെ റെസിപ്രോക്കൽ ഇട്ടാൽ cos കിട്ടും. cos കിട്ടിയാൽ നമുക്ക് sin കണ്ടുപിടിക്കാം. cos കിട്ടിയാൽ sin കണ്ടുപിടിക്കാൻ sin x equal to root of 1 minus cos square x എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. cos കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് sin കിട്ടി, പിന്നെ അത് രണ്ടും ഡിവൈഡ് ചെയ്താൽ tan കിട്ടും, ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഈ 3 എണ്ണമാണ് തരുന്നത് എങ്കിൽ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തരുന്നതെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനോ കോസോ ടാനോ ഒക്കെ കിട്ടും. അതിൽ നിന്ന് ബാക്കിയുള്ളത് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ ഐഡന്റിറ്റീസ് ഇനിയും പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ വേറെ മെത്തേഡ്സ് വരും. ഇത് ചെയ്യാനുള്ള, ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാതെ ഉള്ള ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും ഈ ട്രയാങ്കിളിൽ നിന്ന്. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ആർക്കെങ്കിലും അറിയുന്നതുണ്ടോ? ഇങ്ങനെ അല്ലാതെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ വാല്യൂസ് കിട്ടും. ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരുണ്ടോ? പൈതഗോറസ് തിയറം ആണോ? നോക്കി, പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. sin x equal to 5/13 തന്നാൽ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. വെറുതെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു സിമ്പിൾ ആയിട്ട് റഫ് ആയിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. അതിൽ ഏതെങ്കിലും ഒരു ആംഗിളിന് എക്സ് കൊടുക്കുക. അത് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കാതിരുന്നാൽ മതി. ഇത് 90 ആണ്. 90 is 90 itself. ഇവിടെ എക്സ് അല്ലെങ്കിൽ ഇവിടെ എക്സ്. ഞാൻ ഇവിടെ എക്സ് ഇട്ടു. ഇവിടെ എക്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് sin x 5/13. എന്താ സൈനിന്റെ ഡെഫിനിഷൻ? എന്താ സൈൻ ഡെഫിനിഷൻ? എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതിന്റെ sin x, എക്സിന്റെ ഓപ്പോസിറ്റ് 5, ഹൈപ്പോട്ടന്യൂസ് 13. ഇതാണ് റേഷ്യോ. അപ്പൊ ഈ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിന് 5 എന്ന് കൊടുക്കുക, ഹൈപ്പോട്ടന്യൂസിന് 13 എന്നും കൊടുക്കുക. ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഈ രണ്ടെണ്ണം ഉപയോഗിച്ച് നമുക്ക് എ ബി കാണാൻ പറ്റും. എങ്ങനെ ഒന്ന് പറയൂ? എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എങ്ങനെയാണ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു? എങ്ങനെ വരാം? ac square minus bc square. ac square minus bc square, which is 13 square minus 5 square, which is equal to 169 minus 25, and which is equal to 144. It is AB square. Therefore, AB is root of 144 is 12. So this side is 12. ഇനി ബാക്കിയെല്ലാം നമ്മൾ ഈ ഫിഗർ നോക്കി പറഞ്ഞാൽ മതി. ഇപ്പൊ 3 സൈഡും കിട്ടിയതുകൊണ്ട് ഇനി cos x എങ്ങനെ പറയാ? cos x adjacent side by hypotenuse. cos x adjacent side by hypotenuse 12/13 കിട്ടി. tan x opposite side by adjacent side 5/12. ഇതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് മറ്റേ സൈഡ് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ മെത്തേഡിലോ തൊട്ട് മുന്നേ ചെയ്ത മെത്തേഡിലോ ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ തരാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. റെഡി? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. Given that sec theta is equal to, angle x എന്നോ theta എന്നൊക്കെ വരാം കേട്ടോ. sec theta is equal to 20 divided by 14. 20 divided by 14. Sec theta is equal to 20 divided by 14.
സോറി 14 അല്ല കേട്ടോ, സോറി 14 അല്ല 16. 20 divided by 16. Find all the other trigonometric ratios of theta. Find all the other trigonometric ratios of theta. Sec theta is equal to 20 by 16. Find all other trigonometric ratios of theta. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരു 2-3 മിനിറ്റ് സമയം തരാം. ഏത് മെത്തേഡിലും ചെയ്യാം. നേരത്തെ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചെയ്തു സർ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ. ഈ മെത്തേഡിൽ ചെയ്തു നോക്കുക. ഇതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടുക. തീറ്റ, സീക്ക് തീറ്റ ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. സീക്ക് തീറ്റ ഈക്വൽ ടു 20 by 16 എന്ന് ചെയ്താൽ, സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റും? കോസ് തീറ്റ 16 by 20, the reciprocal of 20 by 16. ഇനി ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതിനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 by 10 എന്ന് കിട്ടും. ഇത് വെച്ചിട്ടും ചെയ്യാം. 8 by 10 ഒന്നും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 by 5 എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മളെ ഇഷ്ടം. റേഷ്യോ ആണല്ലോ, റേഷ്യോ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, 16 by 20 8 by 10 വെച്ചിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 4 by 5 വെച്ചിട്ടും ചെയ്താൽ മതി. 4 by 5 വെച്ചിട്ട് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമെന്ന് മാത്രം. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 16 by 20 കോസ് തീറ്റ. ഞാൻ തീറ്റ ഇവിടെ മാർക്ക് ചെയ്ത്. അപ്പൊ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഇവിടെ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു ആംഗിള്, അക്യൂട്ട് ആംഗിൾ എവിടെയും കൊടുക്കാം. നേരത്തെ കൊടുത്ത സ്ഥലത്ത് തന്നെ കൊടുത്താൽ cos theta means adjacent side by hypotenuse. So adjacent side 16, hypotenuse 20. ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈ സൈഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 12 എന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കറക്റ്റ് അല്ലേ? 20 square minus 16 square വരും. 400 by 256 വരും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 144 വരും. ഇനി നമുക്ക് ഇതിൽ ഏതും കണ്ടുപിടിക്കാൻ പറ്റും. Sin theta 12 by 20. Sin theta equal to 12 by 20. Sin theta equal to 12 by 20. Cos theta already ഇവിടെ ഉണ്ട്. ഇനി tan theta കാണാൻ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. tan theta കാണാൻ സൈനും കോസും നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നില്ല. ഈ ഫിഗറിൽ നോക്കിയാൽ മതി. tan theta equal to opposite by adjacent. 12 by 16. ഇനി ഇതിന്റെ മൂന്നിന്റെയും റെസിപ്രോക്കൽസ് ഇടുക. മൂന്നിന്റെയും റെസിപ്രോക്കൽ ആവശ്യമില്ല. സീക്ക് തീറ്റ ഓൾറെഡി നമുക്ക് തന്നതാണ്.
സൈനിന്റെ റെസിപ്രോക്കൽ എടുക്കുക കൊസീക്ക് കിട്ടും, ടാനിന്റെ റെസിപ്രോക്കൽ എടുക്കുക നമുക്ക് കോട്ട തീറ്റ കിട്ടും. കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഐഡന്റിറ്റിയിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഐഡന്റിറ്റി നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, ഇതൊരു ബേസിക് ഐഡന്റിറ്റിയാണ്. അടുത്ത ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഇതേപോലെ തന്നെ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ കഴിഞ്ഞു കിട്ടുക, നമ്മൾ ഇനി അടുത്ത ടോപ്പിക് പഠിക്കുകയാണ്. ഈ ഐഡന്റിറ്റി ഒരു പ്രാവശ്യം കൂടെ എഴുതി വെക്കുക, നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, അതൊന്നും കൂടെ നിങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കുക. അത് എഴുതിയതിനു ശേഷം അതിന്റെ താഴെ എഴുതാം ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ത്രൂ ഔട്ട്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് സ്ക്വയർ എക്സ്. എഴുതാം. എഴുതാം മക്കളെ. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ താഴൊക്കെ കോസ് സ്ക്വയർ എക്സ് കൊടുക്കണം. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് ഈച്ച് ആൻഡ് എവരി ടേംസ്, ഡിവൈഡിങ് ഈച്ച് ആൻഡ് എവരി ടേംസ്, ഇതിലെ ഓരോ പദങ്ങളെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആർക്കാ പറയാൻ പറ്റുക സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്? എന്തായിരിക്കും അറിയാം? ഒന്ന് വെറുതെ പറഞ്ഞു നോക്കൂ. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ടാൻ മാത്രം പോരാ, ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയണം. ഓക്കെ. ഇപ്പൊ ഇവരെ സ്ക്വയർ ഇല്ല എങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. ദെൻ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എടുക്കുമ്പോൾ ടാൻ സ്ക്വയർ എക്സ്. Tan square x plus 1 is equal to sec square x. Yes. Cos square x by cos square x is 1, which is equal to 1 by cos square x is the reciprocal of cos. Cos ന്റെ reciprocal sec ആണ്. അപ്പൊ cos square x ന്റെ reciprocal sec square x ആയിരിക്കും. sec square x. ഈ എഴുതിയ ലൈനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ കൂട്ടത്തിൽ ട്രിഗണോമെട്രിയിലെ പല കാര്യങ്ങളും ഇങ്ങനെ അപ്ലൈ ചെയ്ത് പഠിക്കാൻ കൂടെയാണ്. ഞാനിപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന അടുത്ത ഐഡന്റിറ്റി നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അത് ബോക്സിലാക്കി വെക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് കയറൂല. അപ്പൊ അതും കൂടെ പഠിച്ച് നമ്മൾ ട്രിഗണോമെട്രി നല്ലോണം ഒന്ന് ഫ്ലുവന്റ് ആയിട്ട് മാറണം. അപ്പൊ ഇത് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മറ്റൊരു ഐഡന്റിറ്റി ആണ്. ഇതിനെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഇതുപോലെ ആക്കി മാറ്റാം. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1, ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റുമോ? ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ ടാൻ സ്ക്വയർ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 1 ഇവിടെ എഴുതി, സീക്ക് സ്ക്വയർ എക്സ് എഴുതി. ഈ ടാൻ സ്ക്വയർ എക്സ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഈ പ്ലസ് ഉള്ളത് മാറിയിട്ട് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നാവും. ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എഴുതി വെക്കാനുള്ള ഈക്വൽ ടു 1 വരുന്ന ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇത് മാറി. ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വായിക്കാം. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അടുത്ത ഐഡന്റിറ്റി കിട്ടി. നോക്കണേ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മളൊന്ന് അതിനൊന്ന് മാറ്റിയിട്ടാണ് പുതിയ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയതാണ്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതില് സീക്ക് സ്ക്വയർ എക്സ് കാണാൻ പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇതേതായാലും ഈ എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതും എഴുതി വെക്കുക. ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം.
നമുക്ക് ആവശ്യം വരുന്നത് കേട്ടോ. പല ചാപ്റ്ററിലും നമ്മൾ ഈ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കും. ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ മാത്രമല്ല, വേറെ പല ചാപ്റ്റേഴ്സിലേക്കും ഇത് അപ്ലൈ ചെയ്യാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുക ചെയ്യാം. അപ്പൊ ഇപ്പൊ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സീക്ക് സ്ക്വയർ എക്സിന് 1 + tan സ്ക്വയർ എക്സ് എന്നൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. അത് ഇവിടെ തന്നെ ഉണ്ട്, കണ്ടല്ലോ. അതാ സീക്ക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 + tan സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 + tan സ്ക്വയർ എക്സ്. അത് സീക്കും ടാനും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ഇനിയിപ്പോ ഇതിന് tan സ്ക്വയർ എക്സ് കാണാൻ വേറെ ഉണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇതും എഴുതി പഠിച്ചു വെക്കുക. 2 ഐഡന്റിറ്റീസ് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഇനി ഒരു ഐഡന്റിറ്റിയും കൂടെ ഈ ഗ്രൂപ്പിൽ ഉണ്ട്. ഒരു ഐഡന്റിറ്റിയും കൂടെ മാത്രം ഈ ഗ്രൂപ്പിലുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ നോക്കൂ. ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ സമയത്ത് മൈക്ക് ഓൺ ചെയ്യാ. സർ അവിടെ ആ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ വേഗം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വീട്ടിലിരുന്നാൽ മതി, പുറത്തോട്ട് പോകണ്ട, വീട്ടിലിരുന്ന് അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞങ്ങൾക്കും അത് തന്നെയാണ്, സുഖമാണ്. പക്ഷെ ഇതൊരു ഇമാജിനേഷനാ. നിങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുക. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് റിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ ക്ലിയർ ആയി എന്നുള്ളത്. കാരണം സാധാരണ ക്ലാസ്സിൽ കുട്ടികൾ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഫേസ് നമ്മൾ കാണും അല്ലെ. കുട്ടികളുടെ ഫേസ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ കാണുമ്പോൾ ആ ഫേസിന്റെ എക്സ്പ്രഷൻ നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവരുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ ഓക്കെ ക്ലിയർ ആണ് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ ക്ലാസ് എടുക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഇത് വേറൊരു ഫീൽഡാണ്. ഈ ഓൺലൈൻ എന്ന് പറയുന്നത് വേറൊരു ഫീൽഡാണ്. നമ്മളിപ്പോ ഞാൻ എന്റെ മുമ്പിൽ എന്റെ മൊബൈലും എന്റെ ക്യാമറയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങളെ എന്റെ മനസ്സിലൊരു സാങ്കല്പികമാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ റിപ്ലൈ മൈക്കിലൂടെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ടീച്ചേഴ്സിന് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. കാരണം ഇത് മനസ്സിലായോ ഇല്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കുട്ടികളൊന്നും മനസ്സിലാവാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ടോപ്പിക് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഖവും ടീച്ചേഴ്സിന് ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളുടെ മുഖം കാണാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും മൈക്ക് ഓൺ ചെയ്യണം, ചോദിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇത് ബ്രിഡ്ജ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ഓടിച്ചാടി ഒരു ചാപ്റ്ററും തീർക്കാനുള്ള ഒരു ടാർഗറ്റും നമ്മുടെ മുമ്പിലില്ല. ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനല്ല. ക്ലാസ് തുടങ്ങുമ്പോൾ പിന്നെ ആ സിലബസ് തീർക്കാനുള്ള ഒരു ഓട്ടമായിരിക്കും ഉണ്ടാവുക. വീണ്ടും നിങ്ങൾ അടുത്ത ഐഡന്റിറ്റി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഇത് ഒരു പ്രാവശ്യവും കൂടെ എഴുതി വെക്കുക. ഇതാണ് എല്ലാറ്റിന്റെയും ബേസിക് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കൂടെ എഴുതി വെക്കുക. എഴുതി വെച്ചോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അത് നമുക്ക് നേരത്തെ കിട്ടിയ ഐഡന്റിറ്റി. എഴുതിയോ? ഓക്കെ. തൊട്ട് മുന്നേ നമ്മൾ ഈ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെ എന്തായിരുന്നു ചെയ്തത്? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ആരായിരുന്നു? കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ്. അതിന് പകരം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ എക്സ്. എന്നിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതുപോലെ ഈക്വൽ ടു 1 വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പറ്റും, ചെയ്യാൻ പറ്റും. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ എക്സ്, എല്ലാറ്റിനെയും സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഒന്ന് ട്രൈ ചെയ്തു. Cosec square x plus minus cot square x is equal to 1. അങ്ങനെയാണ്. ചെയ്യാത്തവരും ചെയ്യൂ കേട്ടോ. ചെയ്യാത്തവരും ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ചെയ്യാത്തവരും ചെയ്തു.
റെഡി ആണോ? ചെയ്ത് കഴിഞ്ഞോ? Yes, sir. കഴിഞ്ഞു. ഓക്കെ. ആരാണ് ഫാത്തിമ? ഫാത്തിമ കിട്ടിയതൊന്ന് വായിക്കുവോ? ഫാത്തിമ. Cot square A plus 1 equal to cosec square A. കോട്ട് സ്ക്വയർ എക്സ് എ കുഴപ്പമില്ല. കോട്ട് സ്ക്വയർ എ പ്ലസ് കൊസീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. പ്ലസ് ആണോ കിട്ടിയത്? Yes. നമുക്കൊന്ന് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇറ്റ് ഈസ് 1. കോസ് ബൈ സൈൻ, ഇറ്റ് ഈസ് കോസ് ബൈ സൈൻ. കോസ് ബൈ സൈൻ എന്താ? കോട്ടല്ലേ? അപ്പൊ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് കോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് സൈൻ ഈസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പൊ എങ്ങനെയാണ് കിട്ടുക? ഞാൻ ഇതിനെ ഈക്വൽ ടു 1 ആക്കാനാ പറഞ്ഞത്. ഈക്വൽ ടു 1 ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതാ, ഈ 1 ഇവിടെ നിർത്തിയിട്ട് കോട്ട് സ്ക്വയർ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്തായിരിക്കും കിട്ടുക? 1 ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. അങ്ങനല്ലേ വരിക? 1 ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. ആൻസർ 1 ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. 1 ഇവിടെ മൈനസ് ആയത് എങ്ങനെയാന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഫാത്തിമ പറഞ്ഞതിൽ പ്ലസ് ആയിരുന്നു. അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ആക്കി തരാം. 1 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊസീക് സ്ക്വയർ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നോ നേരത്തെ ചെയ്തപ്പോ? ഏതായാലും ഇവിടെ 1 ഇവിടെ വെച്ചു, കോട്ട് സ്ക്വയർ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോ അടുത്ത ഐഡന്റിറ്റി കിട്ടി. ഈ 3 എണ്ണം ഒരു ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക. കമ്പയർ ചെയ്തിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ബൈഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു വെക്കണം. ബൈഹാർട്ട് ചെയ്യുമ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കമ്പാരിസൺ നടത്തി വെക്കണം. ഇതിപ്പോ ഓൾറെഡി നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഉപയോഗിച്ച് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അടുത്തതിൽ നോക്കേണ്ടത് സീക്ക് മൈനസ് ടാൻ ഈക്വൽ ടു 1 ആണ്. സ്ക്വയറിന്റെ ഞാൻ കമ്പാരിസൺ പറയാണ്. സീക്കിന് പകരം അടുത്തതിൽ കൊസീക്ക് ആണ്, മൈനസ് മൈനസ് തന്നെയാണ്. ടാനിന് പകരം അടുത്തത് കോട്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഈക്വൽ ടു 1 കിട്ടുന്ന 3 ഐഡന്റിറ്റീസ് ഇതാണ് മെയിൻ ഐഡന്റിറ്റി. ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ബാക്കി 2 എണ്ണം നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കാനോ ഇത് നോക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഇതില് കോട്ട് അറിയാം, കൊസീക് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് കൊസീക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് കോട്ട് തന്നിട്ട് കൊസീക്ക് കാണുന്ന ഒരു സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ശരിക്കും നമുക്ക് പല സ്ഥലത്തും ട്രിഗണോമെട്രി റെഡ്യൂസ് ചെയ്യുമ്പോൾ, ട്രിഗണോമെട്രിയെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ റെഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഒരു പക്ഷെ നമുക്ക് അതിനെ കൊസീക്ക് സ്ക്വയർ ഇങ്ങനെ ഒരു സംഭവം എവിടെയും കണ്ടാൽ ഇതിന് പകരം നമുക്ക് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം എന്നാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ചാപ്റ്ററിൽ എവിടെങ്കിലും വെച്ചിട്ട് ഇതുപോലത്തെ സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ ഇത് നമ്മളെ മനസ്സിൽ നന്നായിട്ട് വേണം. തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം എന്ന് മാത്രം. അപ്പോ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഒരു സെക്ഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ട്രിഗണോമെട്രിയിലെ തന്നെ മറ്റൊരു ഭാഗവും കൂടെ ഒന്ന് പറയാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ സമയം കഴിയും. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
അത് ഈ സ്ഥലമാണ് നമ്മൾ നേരത്തെ ഫിഗർ വരച്ചു ചെയ്ത റൈറ്റ് ആംഗിൾ വരച്ച സ്ഥലത്തും ഇവിടെ ട്രയാങ്കിളിന്റെ പേര് ABC എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ തീറ്റ എന്ന് കൊടുത്താൽ ആംഗിൾ സി എത്ര വരിക എന്നറിയോ? ആംഗിൾ എ തീറ്റ എന്നെടുത്താൽ ആംഗിൾ സി എത്ര വരിക എന്നറിയോ? എത്ര വരിക? എത്രയാ? യെസ്, വെരി ഗുഡ്. 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ. ഇത് 90 ഡിഗ്രി ആണ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്താൽ 90 വരും. അപ്പോഴല്ലേ 180 ആവുക. സോ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ. ഇനി ഇതില് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് BC ബൈ ഹൈപ്പോട്ന്യൂസ് AC. ഇതുപോലെ കോസ് 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, ഈ ആംഗിളിന്റെ കോസ് എന്താ വരിക? ഈ ആംഗിളിന്റെ കോസ് ആരാ പറയാം? ഈ ട്രയാംഗിൾ നോക്കിയിട്ട് ഈ ആംഗിളിന്റെ കോസ് എങ്ങനെ വരിക? ഇതിന്റെ കോസ് അഡ്ജസന്റ് സൈഡ്, ഇതിന്റെ കോസ് എടുക്കുമ്പോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ വരിക? BC ബൈ AC എന്നല്ലേ വരിക? BC ബൈ AC. ഓക്കെ. ഈ രണ്ട് ആൻസറും ഈക്വൽ ആണ്. കണ്ടോ നിങ്ങൾ? ഈ രണ്ട് ആൻസറും ഈക്വൽ ആണ്. BC ബൈ AC ആണ്. ഇതിന്റെ സൈനും ഇതിന്റെ കോസും ഈക്വൽ ആണ്. സൈൻ 30 ഡിഗ്രി നിങ്ങൾ നേരത്തെ പഠിച്ചു 1/2 ആണോ? കോസ് 60 ഡിഗ്രിക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു, ഇതും 1/2 ആണോ? ഓർക്കുന്നുണ്ടോ? സൈൻ 30യുടെ വാല്യൂ തന്നെയാണ് കോസ് 60ക്ക്. ഓർമ്മയുണ്ടോ? സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. കോസ് 60യുടെ വാല്യൂ 1/2 ആയിരുന്നു. ഈ റിലേഷൻ ആണ് ഇവിടെ കിട്ടിയത്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഈ 30യും 60യും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 30യും 60യും തമ്മിലുള്ള റിലേഷൻ "30 and 60 on adding we will get 90." ഇതാണ് റിലേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്ന രണ്ട് ആംഗിളിന് പറയുന്ന പേരെന്താ? രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുകയാണെങ്കിൽ അവർക്കൊരു പേരുണ്ട്. എന്താ പറയാ? കോംപ്ലിമെന്ററി. യെസ്, വെരി ഗുഡ്. കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസ്. രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടിയാൽ എന്താ പേര്? സപ്ലിമെന്ററി. സപ്ലിമെന്ററി ആംഗിൾസ്. മലയാളം മീഡിയം കുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാല് അനുപൂരകം എന്ന് മലയാളത്തിൽ പറയും. അനുപൂരകം. കൂട്ടുമ്പോൾ 180 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണ്. സോ ദേ ആർ സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അനുപൂരകത്തിന്റെ ഇംഗ്ലീഷ് ആണ് സപ്ലിമെന്ററി. ഈ കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരുന്നതിന് കോംപ്ലിമെന്ററി എന്നാണ് പറയാ. അതിന് മലയാളം ഞാൻ ഓർക്കുന്നത് പൂരകങ്ങൾ എന്ന പറയാ. പൂരക കോണുകൾ. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രി വരുന്ന രണ്ട് ആംഗിൾ എടുത്താൽ അതിൽ ഒന്നിന്റെ സൈനും മറ്റതിന്റെ കോസും ഈക്വൽ ആയിരിക്കും. അതാണ് ഇതിൽ നിന്ന് കിട്ടിയത്. കണ്ട, ഇത് തീറ്റ, ഇവിടെ 90 മൈനസ് തീറ്റ. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. തീറ്റയും 90 മൈനസ് തീറ്റയും ആഡ് ചെയ്താൽ തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ. എന്താ ആഡ് ചെയ്താ കിട്ടുക? പ്ലസ് തീറ്റയും മൈനസ് തീറ്റയും കട്ടാവും. ആൻസർ 90. കണ്ട, അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോ 90 കിട്ടി. സോ ദേ ആർ സപ്ലിമെന്ററി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറയോ? സൈൻ 45ന്റെ വാല്യൂ കോസിന്റെ ഏത് ആംഗിളിനാണ് ഈക്വൽ ആവുക? സൈൻ 45 ഡിഗ്രിക്ക് ഈക്വൽ ആയ കോസിന്റെ ആംഗിൾ ഏതാ? 45 ഡിഗ്രി അല്ലെ? 45. സൈൻ 45ന്
കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആംഗിള് 45ലേക്ക് എന്ത് കൂട്ടിയാലാണ് 45 കിട്ടാൻ നോക്കുക, അത് 45 തന്നെയാണ്, 45 തന്നെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാതെ പഠിച്ചതാണ്. 1/√2 ആണ് വാല്യൂ. സൈൻ 45നും 1/√2, കോസ് 45നും 1/√2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും ഈക്വൽ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈൻ 0 ഡിഗ്രിക്ക് ഈക്വൽ ആയത് കോസിലെ ഏത് ആംഗിളാണ്? സൈൻ 0ന്റെ ഈക്വൽ വാല്യൂ 90 ഡിഗ്രി. യെസ്, 90 ഡിഗ്രി. സൈൻ 0ന്റെ വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ടേബിള് തുറന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ 0 എത്ര ആയിരുന്നു? 0. Yes, sin 0 is 0. Sin 0 is 0. Cos 90 is also 0. രണ്ടും 0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ 20 ഡിഗ്രിക്ക് ഈക്വൽ ആയ കോസ് ആംഗിൾ ഏതായിരിക്കും? സൈൻ 20 ഡിഗ്രിക്ക് ഈക്വൽ ആയ കോസ് ആംഗിൾ ഏതായിരിക്കും? 90 minus 20. 90 minus 20, 70. നിങ്ങൾ 10th നിങ്ങളുടെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് 10th മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ടേബിൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവും. ഒന്ന് നോക്കി പഠിച്ചു. സൈൻ 20യുടെ വാല്യൂ ഡെസിമൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. കോസ് 70യുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. രണ്ടും ഈക്വൽ ആയിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. 20 70ക്ക് മാത്രമൊന്നുമല്ല, എല്ലാ ആംഗിളിനും ഈ പ്രത്യേകത ഉണ്ട്. സൈൻ 1 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് കോസിൽ 89 ഡിഗ്രി ആയിരിക്കും വരിക. കോസ് 89ഉം സൈൻ 1 ഡിഗ്രിയും ഈക്വൽ വാല്യൂ ആയിട്ട് ടേബിളിൽ കാണാൻ പറ്റും. ഇനി ടേബിൾ വാല്യൂ നോക്കാൻ ടേബിൾ കയ്യിലില്ലെങ്കിൽ നോക്കുക. നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്ററാണ് നിങ്ങളെ കയ്യിലുള്ളത് എങ്കിൽ അതിൽ അടിച്ചു നോക്കിയാൽ മതി. അതിൽ 4 ഡെസിമൽ വാല്യൂ അല്ല ഉണ്ടാവുക, സ്ക്രീന് കംപ്ലീറ്റ് നമ്പർ ഉണ്ടാകും. നമ്മുടെ ടേബിളിൽ 4 ഡിജിറ്റ്സ് ആണ് നമ്മൾ എടുക്കാതെ മാത്രം. അപ്പൊ ഈ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇതും കൂടെ നിങ്ങൾക്ക് +1 ഉപകാരപ്പെടും. ഏതാന്ന് ചോദിച്ചാൽ സൈൻ തീറ്റ ആൻഡ് കോസ് 90 മൈനസ് തീറ്റ ആർ ഈക്വൽ. സൈൻ തീറ്റ ആൻഡ് കോസ് 90 മൈനസ് തീറ്റ ആർ ഈക്വൽ. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ് കേട്ടോ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. അതായത് കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ സൈനും കോസും ഈക്വൽ ആയിരിക്കും. കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ സൈനും കോസും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ട്രിഗണോമെട്രിയെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ഒരു 5 മിനിറ്റ് മാത്രം സമയം എടുത്തിട്ട് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. 5 മിനിറ്റ്സ് മാത്രം. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിപ്പോ 3rd ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. 3rd ചാപ്റ്റർ ട്രിഗണോമെട്രിയിലേക്ക് ആവശ്യമുള്ള +1 ട്രിഗണോമെട്രിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കലും ഇതൊന്നും പറയുന്നില്ല, ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്ന ധാരണയിലാണ് +1 ട്രിഗണോമെട്രിയിൽ ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള നിങ്ങൾ പഠിച്ച ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് പറയട്ടെ. ഒരു 5 മിനിറ്റ്സ് മാത്രം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സെറ്റ്സ് എന്നാണ്. നമ്മളെ ഈ ചാപ്റ്ററിന്റെ പേര്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സെറ്റ്സ്. +1 ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് സെറ്റ്സ്. ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ആർക്കാ കോള് വരുന്നത്? എനിക്കാണോ? ഓക്കെ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. +1 ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ പേര്, ഒന്ന് സെറ്റ്സ്, മറ്റൊന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിന്റെ തുടർച്ചയാണ് ഇത്. 10ാം ക്ലാസ്സിൽ സർക്കിളും ടാൻജന്റും എങ്ങനെയാണോ കണക്റ്റഡ് ആയി കിടക്കുന്നത്, സർക്കിൾ എന്നുള്ള ചാപ്റ്ററും ടാൻജന്റ് ആൻഡ് ചാപ്റ്ററും SSLCയിൽ എങ്ങനെ റിലേറ്റഡ് ആണോ
അതുപോലെ ഇത് റിലേറ്റഡ് ആണ്. ഈ ചാപ്റ്റർ പഠിക്കാതെ ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത്, ഞങ്ങൾ പ്ലസ് വണ്ണിലുള്ള കാലത്ത് ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു അറിയോ? സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇത് ഒരൊറ്റ ചാപ്റ്റർ ആയിരുന്നു. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒരൊറ്റ ചാപ്റ്റർ ആയിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഇത് 8ാം ക്ലാസ്സിലെ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേരാ സെറ്റ്. 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേര് റിലേഷൻ. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേര് ഫങ്ഷൻസ്. ഞങ്ങൾ അവിടുന്ന് ഇത് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ഇത് പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഇത് സെക്കൻഡ് ചാപ്റ്റർ. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. സെറ്റ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇതാണ് പ്ലസ് ടുവിലെ 1ാമത്തെ ചാപ്റ്റർ. പ്ലസ് ടുവിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേരും ഇതാണ്. അപ്പൊ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു പുതിയ അനുഭവമാണ്. പ്ലസ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യം, ഞാൻ ഈ ചാപ്റ്ററിലേക്ക് പോവല്ല, ഇതിലേക്ക് ആവശ്യമുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് കേട്ടിട്ടുണ്ടാവും. മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതിന് എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. ഇതിനെ നമ്മൾ എഴുതുക നാച്ചുറൽ നമ്പറിന്റെ ഒരു സെറ്റ്. എന്താ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ്, ഒരു കൂട്ടം. നാച്ചുറൽ നമ്പറിന്റെ ഗ്രൂപ്പ് നമുക്കറിയാം. 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാ. ഇതിന്റെ സെറ്റിന് N എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക കേട്ടോ. ഈ ലെറ്റർ ഓർത്തു വെക്കണം. N, ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ്. അത് 1, 2, 3, 4, 5, 6 എക്സെട്ര ആണ്. ഇനി ഈ നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ഹോൾ നമ്പർ. ഹോൾ നമ്പേഴ്സിന് W എന്നാണ് ലെറ്റർ. ഇത് ഇങ്ങനെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. അവിടെ ഹോൾ നമ്പർ എന്താന്നൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂല. അതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സിലുള്ളതാണ്. എന്താണ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാല്? മലയാളം മീഡിയം കുട്ടികൾ ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ മലയാളം പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാളം മീഡിയം കുട്ടികൾ ഇനി ആരെങ്കിലും ഈ ക്ലാസ്സിൽ മലയാളം മീഡിയം കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ആരുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് അറിയോ? ആരറിയോ? ഒന്ന് പറഞ്ഞേ. ഹോൾ നമ്പേഴ്സ് ആരൊക്കെയാ? 0, 1, 2, 3, 4. 0, 1, 2, 3, 4 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ കൂടിയാൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. അതിന് W കൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സിന് Z എന്ന ലെറ്റർ കൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുക. I അല്ല കേട്ടോ, Z. ഇൻറ്റീജേഴ്സിന് ആരൊക്കെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുക? ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആരാ പറയാ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ? ആരാ? ഏത് ഗ്രൂപ്പാണ് ഇൻറ്റീജേഴ്സ്? -3, -2, -1, 0, 1, 2, 3. യെസ്, വെരി ഗുഡ്. ഇൻറ്റീജേഴ്സിൽ 3 ഗ്രൂപ്പാണ് വരുന്നത്. ഒന്ന്, നാച്ചുറൽ നമ്പേഴ്സ് ആർ ഇൻറ്റീജേഴ്സ്. Natural numbers are integers. Their negative, natural numbers in the negative, their negative and 0. ഈ 3 ഗ്രൂപ്പ് ചേർന്നതാണ് integers. Natural numbers, their negative and 0. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതാ ഇങ്ങനെ എഴുതും. 1, 2, 3, 4, 5 എക്സെട്ര. ഇതിന്റെ കൂടെ 0. ബാക്കോട്ട് -1, -2, -3, -4 എക്സെട്ര. ഇതാണ് ഇൻറ്റീജേഴ്സിന് ചോദിച്ചാൽ പറയേണ്ടത്. ഇൻറ്റീജേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ എക്സെട്ര. -4, -3, -2, -1, 0, 1, 2, 3, 4, 5 എക്സെട്ര. അങ്ങോട്ടും എക്സെട്ര, ഇങ്ങോട്ടും എക്സെട്ര. ഇതാണ് ഇൻറ്റീജേഴ്സ്. ഇതിനെ സൂചിപ്പിക്കുന്നത് Z എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ഇനി മറ്റൊരു സാധനം ഞാൻ പെട്ടെന്ന് പറയാണ്. റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന് R എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. റിയൽ നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയൂല. കാരണം അതിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും നമ്പേഴ്സ് ഉണ്ട്.
ഒരു നമ്പർ ലൈൻ, ഞാൻ ഇതിനെ തന്നെ നമ്പർ ലൈൻ ആക്കാൻ പോവാണ്. നമ്മൾ നമ്പർ ലൈൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്പർ ലൈനിൽ ഇങ്ങനെ വരച്ചിട്ട് സെന്ററിൽ 0, പിന്നെ 1 2 3 4 5 എക്സെട്ര -1 -2 -3 ഇങ്ങനെ നമ്പർ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് എഴുതാറുണ്ട്. ഈ നമ്പർ ലൈനിൽ എഴുതുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ റിയൽ നമ്പേഴ്സിൽ ഈ ഇന്റീജേഴ്സ് ഒക്കെ റിയൽ ആണ്. ഇത് മാത്രമല്ല, ഇതിന്റെ അടുക്ക് ഈ 1ന്റെയും ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇതിന്റെ അടുത്ത് കുറെ ഡെസിമൽസ് ഉണ്ട്. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പേഴ്സിൽ ധാരാളം നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച നമ്പേഴ്സ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് അറിയോ? ഈ +1 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പർ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ആ കോംപ്ലക്സ് നമ്പേഴ്സ് +1 പഠിക്കാനുള്ളതാണ്. റിയൽ നമ്പേഴ്സ് ആണ് ഇപ്പോ ഏറ്റവും വലിയ നമ്പർ, നമ്മളെ കയ്യിലുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓഫ് നമ്പർ റിയൽ നമ്പർ ആണ്. ഇനി നമുക്ക് റാഷണൽ ഉണ്ട്, റാഷണൽ നമ്പർ ഉണ്ട്, ഇറാഷണൽ നമ്പർ ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പാണ്. റാഷണൽ നമ്പർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. x/y എന്ന രൂപത്തിൽ എഴുതുന്ന നമ്പേഴ്സിനാണ് റാഷണൽ നമ്പർ എന്ന് പറയാം. ഫ്രാക്ഷൻ അല്ല, റാഷണൽ നമ്പർ. √2, √3, π ഇങ്ങനെ ഉള്ള കറക്റ്റ് വാല്യൂ ഇല്ലാത്ത, കറക്റ്റ് ഡെസിമൽ വാല്യൂ ഇല്ലാത്ത നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ. ഇത്രയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഇതിനെ ഒക്കെ കൂട്ടി യോജിപ്പിച്ച വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പർ ഉണ്ട്. അതാണ് കോംപ്ലക്സ് നമ്പർ. 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയും ചെയ്യും. ഓക്കെ. ഈ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിന് നമ്മൾ Q എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇറാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിന് T എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇതും കൂടെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ളതാണ്. ഹോൾ നമ്പേഴ്സിന് W, നാച്ചുറൽ നമ്പേഴ്സിന് N, ഇന്റീജേഴ്സിന് Z, റിയൽ നമ്പേഴ്സിന് R, റാഷണൽ നമ്പേഴ്സിന് Q, ഇറാഷണൽ നമ്പേഴ്സിന് T. ഇതൊക്കെ ഓരോ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് ആണ്. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത്. ക്ലാസ്സുകൾ ഇനി ഇങ്ങനെ തുടരുന്നതിനനുസരിച്ച് ഓരോ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും. അപ്പോ ക്ലിയർ ആയല്ലോ? Yes, sir. Clear. ഓക്കെ.